കുറച്ച് മുളയുടെ ഇല്ലിക്കോല് എടുക്കുകയാണ് കേട്ടോ. പാല് തിളപ്പിക്കാനാണ്. പണ്ടൊക്കെ ഇതുകൊണ്ടാണ് പാല് തിളപ്പിക്കുക. നല്ല ഡേഞ്ചറുള്ള സംഭവം കേട്ടോ. ഇതിൻ്റെ മുള്ളൊക്കെ കഴിയുമ്പോഴേ തറയ്ക്കും. കഴിയുന്നതൊക്കെ ചോരയൊക്കെ മുട്ടിയില്ലിക്കോല് കെട്ടിയിട്ടേ കണ്ടോ. നല്ല പണിയാണ് മുമ്പിൽ പണിയെടുക്കുന്നവരൊക്കെ. പണ്ട് ഇതോടൊക്കെയാണ് വെയിൽ കെട്ടിയിരുന്നത്. ഉണ്ടോ. അപ്പോൾ നമ്മുടെ ഇല്ലിക്കോലൊക്കെ ചെറുതാക്കി നുറുക്കണം കേട്ടോ. എന്നാലേ അടുപ്പിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ഇതുകൊണ്ടാണ് വിറക് കത്തിക്കുക. അച്ചമ്മ പറഞ്ഞിട്ടുണ്ട്, ആരേലും വിരുന്നുകാരൊക്കെ വന്നാൽ വിറകുണ്ടാവില്ല, മുളം കൂട്ടത്ത് പോയിട്ട് പച്ച മുള കൊടുന്നിട്ട് വെട്ടിയിട്ട് പൊളിച്ചിട്ട് ആണ് അടുപ്പത്ത് വയ്ക്കുകയെന്ന്. പക്ഷേ ഈ മുളയ്ക്ക് നീരില്ലേ, വേഗം കത്തും. നമ്മുടെ ഇല്ലിക്കോലൊക്കെ കൊത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പാല് കാട്ടാൻ കൊണ്ടുപോകണം. കുട്ടികളെ പയ്യെ പ്രസവിച്ചോളൂ. അപ്പോൾ എനിക്ക് 10 അപ്പോഴത്തേക്ക് മോരും തൈരൊക്കെ ഉണ്ടാക്കാച്ചിട്ടാണ് ഇല്ലിക്കോല് വെച്ചിട്ടാണ് പാല് തിളപ്പിക്കല്. ഈ പാലിൻ്റെ കലത്തിലാണ് ഞങ്ങൾ പാല് തിളപ്പിക്കാതെ കലപ്പത്ത് വെച്ചിരുന്നു. പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് പാകല്ലേ. പാലിന് നല്ലോണം തിളച്ച് പോകണം. തിളച്ച് കൊണ്ടുമ്പോൾ ഉണ്ടാക്കി തീ വിരിയ തിളച്ചിട്ട് വീഴുക പോരെ. പാല് തിളയ്ക്കാനായി ഇനി കടകോഴി വെച്ച് ഇളക്കുകയാണോ. ഇങ്ങനെ ആവുകൊണ്ട് തിളയ്ക്കാൻ പണിയാണ്. പാല് തിളച്ച് വരുന്നേ ഉള്ളൂ. പഴയ കലം പൊട്ടി കുട്ടികളെ പുതിയൊന്ന് വാങ്ങിയതാണ്. അപ്പം ഇത് ചൂട് വിട്ട് തിളയ്ക്കാൻ കുറച്ച് താമസമാവും. പാല് തിളയ്ക്കാനായില്ലേ അമ്മേ? അതെ, തിളയ്ക്കാനായി. പെട്ടെന്ന് ഇങ്ങോട്ട് തിളച്ച് വരുമ്പോൾ എന്താ ചെയ്യുക? വെള്ളം തിളയ്ക്കുക. തിളക്കട്ടെ. പണ്ടൊക്കെ ഇങ്ങനെയല്ലേ ചെയ്തേക്കണേ, കലത്തില് അല്ലേ? പാല് തിളപ്പിക്കുക, പിന്നെ ഭൂമിയിടുക. നല്ല ഇങ്ങനെ പാടം ഇങ്ങനെ കിട്ടും അല്ലേ? ചുവന്ന പാട വരും. അതാണ് നെയ്യ് അല്ലേ? ഇത് നല്ല മഴ
മഴയല്ലേ അമ്മേ? ഇത് രാവിലെ തുടങ്ങിയതാണ്. തുണികളൊക്കെ വെയിലത്തിട്ട അത് അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് എടുക്കുക, എന്തോ ഒരു ബുദ്ധിമുട്ടാ. ഒരു വെയില് കണ്ട അപ്പൊ നമ്മള് തുണി കൊണ്ടുപോയിടും, അപ്പോഴേക്ക് മഴ പെയ്തു. തുണി ഉണങ്ങാനാണ് അപ്പൊ ഈ വർഷക്കാലമായ ബുദ്ധിമുട്ട്. ഈ കുട്ടികൾക്കൊക്കെ കുളിക്ക് പോകുമ്പോ പാലൊക്കെ തിളച്ച് പോവാതിരിക്കാം ഒരു തുള്ളി വെള്ളം എന്നാ തളിക്കലേ അമ്മേ? പാല് തിളച്ച് പാലിക്കാതെ ഒരു തുള്ളി വെള്ളം കഴിച്ചാണ്. ഇനി എന്താ ഉമിടല്ലേ? ഇതില് കടന്നിട്ട് ഇത് ഉമ്മി കഴിക്കണം. ഉമി കരിഞ്ഞ് പാട തോന്ന പാട വരുമ്പോൾ വാങ്ങി വയ്ക്കുക. എന്നിട്ട് ആദ്യത്ത മോര് കാര്യം. ഇങ്ങനെയൊക്കെയാണ് പണ്ട് മോരുണ്ടാക്കിയിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് മോരുണ്ടാക്കുക. പാലൊക്കെ തണുത്തിട്ട് നല്ല പാട ചൂടിന് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. നമ്മൾ ഒഴിച്ച് വെച്ചിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് കടഞ്ഞിട്ട് നെയ്യ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് കടയാൻ വേണ്ടിയിട്ട് ഇത് കുട്ടിക്കലത്തിൽ കടയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ചെമ്പിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. തൈര് കടയാണ്. കുറേശ്ശെ കലക്കിയിട്ട് നെയ്യ് എടുക്കുകയാണ്. നെയ്യ് കലക്കി കിട്ടിയത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. കുറേശ്ശെ നെയ്യ് കിട്ടുന്നത് പിലാലുകൊണ്ട് കോഴി വെള്ളത്തിലിടുകയാണ്. തൈര് കലക്കി മോരും കിട്ടി, ലേശം നെയ്യും കിട്ടിയിട്ടുണ്ട്. പയ്യ പ്രസവിച്ചു. അപ്പം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് മോരും നെയ്യൊക്കെ. വീട്ടിൽ മോരുണ്ടാക്കുക അങ്ങനെയാണ്.